നിങ്ങൾ ഏത് തരത്തിലുള്ള വ്യക്തിയാണോ വിവാഹം കഴിക്കുന്നത്, അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ഭാവി ജീവിതം, നിങ്ങളുടെ മാനസിക ആരോഗ്യവും, നിങ്ങളുടെ മാനസിക സംഘർഷവും. ഒരു ദരിദ്ര കുടുംബത്തിലെ പെണ്ണ് സമ്പന്നനായ ഒരു പയ്യനെ വിവാഹം കഴിച്ചാൽ എന്ത് സംഭവിക്കുന്നറിയോ? നിങ്ങൾക്ക് ആ സമ്പന്നനായ പയ്യനോടും കുടുംബത്തോടും കടുത്ത അസൂയുണ്ടാകും. അവരിൽ നിന്നും നിങ്ങൾ ഒരുപാട് പ്രതീക്ഷിക്കും. പ്രതീക്ഷിച്ചതൊന്നും കിട്ടാതെ വരും. അപ്പോൾ നിങ്ങൾക്ക് അവരോട് കോപമുണ്ടാകും, വെറുപ്പുണ്ടാകും, പിണക്കങ്ങളുണ്ടാകും. ഒരു തകർന്ന കുടുംബത്തിലെ, അതായത് ഭാര്യയും ഭർത്താവും നിരന്തരം വഴക്കിടുന്ന കുടുംബത്തിലെ ആദ്യത്തെ മോളെയാണ് നിങ്ങൾ വിവാഹം കഴിക്കുന്നത് എന്ന് വിചാരിക്കുക. ഒരു കാര്യം പറയട്ടെ, ആ പെൺകുട്ടി വളരെയധികം മിണ്ടാതെ നടക്കുന്ന സൈലൻ്റായ പെൺകുട്ടിയായിരിക്കും. നിങ്ങൾക്ക് നല്ലൊരു കൂട്ടായി മാറാൻ സാധ്യതയില്ല. അടുത്തത്, ഇഷ്ടമില്ലാതെ നിർബന്ധിതമായി വിവാഹമോചനം നടത്തേണ്ടി വന്ന ഒരു പയ്യനെ അല്ല ഒരു പെണ്ണിനെയാണ് നിങ്ങൾ പിന്നീട് വിവാഹം ചെയ്യുന്നതെന്ന് കരുതിക്കോ. അവരുടെ ഹൃദയത്തിൽ ഇപ്പോഴും ആദ്യ ഭർത്താവ്, ഭാര്യയായിരിക്കും പ്രാധാന്യം. നിങ്ങളെന്നും രണ്ടാമത്തെ വ്യക്തിയായിരിക്കും. ഇനി മാനസിക ആരോഗ്യക്കുറവുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ വിവാഹം കഴിക്കുന്നതെന്ന് ഓർത്തോ. ഒരു കാര്യം പറയാം, നിങ്ങളുടെ മാനസികാവസ്ഥ തകരാറിലാകും. മരണം വരെ നിങ്ങൾ സമാധാനം എന്തെന്ന് അറിയാൻ പോകുന്നുമില്ല. അടുത്തത്, ഒരുപാട് മതഭക്തിയുള്ള ഒരു പയ്യനെ അല്ല ഒരു പെണ്ണിനെയാണ് നിങ്ങൾ വിവാഹം കഴിക്കുന്നത് എന്ന് കരുതിക്കോ. ഒരു കാര്യം പറയട്ടെ, ലോകത്തിൻ്റെ മുമ്പിൽ വിശുദ്ധനും വിശുദ്ധയുമായിരിക്കും അവൾ അല്ലെങ്കിൽ അവൻ. പക്ഷേ പേഴ്സണൽ ജീവിതത്തിൽ, കുടുംബത്തിനകത്ത് നിങ്ങൾക്കറിയാവുന്ന ഭൂലോക പാപിയായിരിക്കാനാണ് സാധ്യത എന്നത് ഓർമ്മയിലുണ്ടാവണം. ഇനി ആദ്യ വിവാഹത്തിൽ മക്കളുള്ള ഒരാളെയാണ് നിങ്ങൾ വിവാഹം കഴിച്ചതെന്ന് വിചാരിച്ചോ. അതിൽ നിങ്ങൾക്കിനി മക്കളുണ്ടായാൽ നിങ്ങളുടെ മക്കൾക്ക് രണ്ടാം സ്ഥാനം മാത്രമേ പങ്കാളിയിൽ നിന്ന് കിട്ടൂ എന്നതിൽ ഒരു സംശയവും വേണ്ട. ഒരുപാട് സമ്പത്തുള്ള കുടുംബത്തിലെ ഒരു പെണ്ണിനെ നിങ്ങൾ വിവാഹം കഴിച്ചാൽ, നിങ്ങൾ എത്ര അധ്വാനിച്ചാലും ഭാര്യ വീട്ടുകാർക്ക് തൃപ്തി വരില്ല. നിങ്ങൾ എത്ര സമ്പാദിച്ചാലും അവർക്ക് മതിയാകത്തുമില്ല. എന്നും നിങ്ങളുടെ കുറ്റം അവർ കണ്ടുകൊണ്ടിരിക്കും. ഒരുപാട് പുകഴ്ചയും ബഹുമാനവും കിട്ടി വളർന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ വിവാഹം കഴിച്ചത് എന്ന് കരുതിക്കൊള്ളൂ. നിങ്ങളുടെ ചെറിയ കുറ്റപ്പെടുത്തൽ പോലും അവർക്ക് സഹിക്കാൻ പറ്റില്ല. അവർ മാനസികമായി വല്ലാതെ തളർന്നു പോകും. ഇനി ഒരു അനാഥ കുട്ടിയാണ് നിങ്ങൾ വിവാഹം കഴിച്ചതെന്ന് വിചാരിച്ചോ. ആ അനാഥ കുട്ടിക്ക് നിങ്ങൾ ഈ ലോകത്തിലെല്ലാം ആയതുകൊണ്ട് നിങ്ങൾ നഷ്ടപ്പെടുമോ എന്ന ഭയവും ആകുലതയും ആ കുട്ടിക്കുണ്ടാകും. അതുമൂലം നിങ്ങൾ ഓവർ പൊസസീവും. ആ ഓവർ പൊസസീവ്നെസ് അവർ പോലും അറിയാതെ അവരിൽ നിന്ന് നിങ്ങളെ തള്ളി നീക്കും എന്നതൊരു വാസ്തവമാണ്. ഇനി കുട്ടിക്കാലത്ത് ഒരുപാട് മാനസിക മുറിവുകൾ ഉണ്ടായ ഒരു വ്യക്തിയാണ് നിങ്ങൾ വിവാഹം കഴിച്ചതെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ഒരു പക്വതയില്ലാത്ത പയ്യൻ്റെ കൂടെ, പെണ്ണിൻ്റെ കൂടെ ജീവിതകാലം മുഴുവനും നിങ്ങൾ തീർക്കേണ്ടി വരും. ഒരു കുട്ടിയെപ്പോലെ അവരെ നിങ്ങൾ പോറ്റേണ്ടി വരും. ഇനി ഒരുപാട് സ്വപ്നങ്ങളുള്ള, പ്രതീക്ഷകളുള്ള, ആഗ്രഹങ്ങളുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ വിവാഹം കഴിച്ചതെന്ന് വിചാരിച്ചോ. നിങ്ങൾക്കൊരിക്കലും സ്നേഹം അനുഭവിക്കാൻ പറ്റില്ല. കാരണം അവർക്ക് സ്നേഹത്തിലും വലുത് അവരുടെ സ്വപ്നമായിരിക്കും. ഇതെല്ലാം അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. എല്ലാവർക്കും ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ചിലരുടെ പ്രശ്നം നാട്ടുകാരറിയുന്നു, മറ്റുള്ളവരുടെ പ്രശ്നം ആരും അറിയുന്നില്ല. ഒറ്റ കാര്യമേ ഞാൻ നിങ്ങളോട് പറയുന്നുള്ളൂ. നിങ്ങൾ ജീവിതത്തിൽ എന്ത് കഷ്ടങ്ങൾ വന്നാലും സഹിച്ചോണം. പക്ഷെ നിങ്ങൾ തന്നെ ഇല്ലാണ്ടാകുന്ന കഷ്ടപ്പാടാണെന്ന്